ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഏത് പാർട്ടി എത്രയൊക്കെ സീറ്റ് നേടുമെന്ന് കൃത്യമായി തന്നെ ഏകദേശം നമുക്ക് പ്രവചിക്കാൻ കഴിയും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, അതിനോടൊപ്പം ചേർത്ത് വെക്കപ്പെടാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ്, അർദ്ധ സംസ്ഥാനമാണ് ദില്ലി. ദിലു എന്ന മൗര്യ രാജവംശത്തിൽപ്പെടുന്ന രാജാവിൻ്റെ പേരിൽ നിന്നാണ് ദില്ലി ഉണ്ടായത്. 70 നിയമസഭാ മണ്ഡലങ്ങളുള്ള 7 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ദില്ലി എന്നും ശ്രദ്ധാകേന്ദ്രമാണ്. 1.7 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇവിടെ ഏതായാലും ഒരു ചെറിയ ഇന്ത്യ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ദില്ലിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനത്തു നിന്നും എല്ലാ കേന്ദ്രഭരണ പ്രദേശത്തു നിന്നുമുള്ള ജനങ്ങൾ അവിടെ വന്ന് താമസിച്ച് സെറ്റിലായവരാണ് കൂടുതൽ. മലയാളികളൊക്കെ ദില്ലിക്കാർ അല്ലെങ്കിൽ ദില്ലി മലയാളികൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാ സംസ്ഥാനത്തു നിന്നും ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ ദില്ലിക്കാരാണ്. കാരണം മുൻപ് എത്തിയവരാണ്, അവിടെ സെറ്റിൽ ആയവരാണ്, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരും ഒക്കെ ഉള്ളവർ തന്നെയാണ്. അവിടുത്തെ ഒരു മതപരമായ പെർസെൻറ്റേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു പോപ്പുലേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ശതമാനം തന്നെയാണ് കൂടുതൽ. 81.68% ഹിന്ദുക്കളും 12.86% മുസ്ലിങ്ങളും 0.87% ക്രിസ്ത്യാനികളും 3.4% സിഖുകാരുമുണ്ട്. ഈ സിഖ് വോട്ടുകളാണ് ആം ആദ്മി പലപ്പോഴും നിയമസഭ കടക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം പ്രധാനപ്പെട്ട. ഈ ദില്ലി എന്ന് പറയുന്നത് ഏറെക്കാലമായി കോൺഗ്രസിൻ്റെ കൈവശം ഇരുന്നതാണ്. കോൺഗ്രസിനെ കാലങ്ങളായി പിന്തുണച്ച് വന്നൊരു ജനവിഭാഗമാണ്. പക്ഷേ കോൺഗ്രസ് അത് കളഞ്ഞു കുളിക്കുകയായിരുന്നില്ല, അവിടുത്തെ ജനങ്ങളെ വെറുപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇത്രത്തോളം ഒരു ജനങ്ങളെ വെറുപ്പിച്ച ഒരു പാർട്ടി ദില്ലിയിൽ കോൺഗ്രസ് മാത്രമാണ്. 15 വർഷക്കാലം നിരന്തരം ഭരിച്ച ഷീലാ ദീക്ഷിത് അഴിമതിയിൽ മുങ്ങിക്കുളിക്കുകയും ഗുണ്ടായിസവും അത് പബ്ലിക്കായിട്ട് അവരുടെ ചെറിയ നേതാക്കൾ പോലും പരസ്യമായ രീതിയിലുള്ള അഴിമതികളും കൈക്കൂലികളും വാങ്ങിയപ്പോൾ മനം മടുത്ത ആം ആദ്മി അധികാരത്തിലേറ്റിയവരാണ് ദില്ലി ജനത. അതായത് അഴിമതിക്കെതിരെ ഒരു പ്രസ്ഥാനം തുടങ്ങിയതായിരുന്നു അരവിന്ദും കേജ്രിവാളും ടീമും ഒക്കെ തന്നെ. നമുക്കറിയാം BJPയും അവിടെ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്ഥായിയായ ഭരണമല്ലായിരുന്നു. അത് ഇടയ്ക്ക് പോവുകയും വരികയും ഉള്ളിയുടെ വിലയനുസരിച്ച് ഭരണം മാറി മറിയുകയൊക്കെ ചെയ്യുന്ന ഒരു ചരിത്രവും ദില്ലിക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളായി നാം കണ്ടുവരുന്ന ഒരു കാഴ്ച, അതായത് 2014 മുതൽ നാം കണ്ടുവരുന്നൊരു കാഴ്ച, സ്ഥിരമായി അവിടെ BJP ലോക്സഭയിൽ ജയിച്ചു കയറുന്നൊരു കാഴ്ചയാണ്. അതായത് അവിടുത്തെ ദില്ലി, ഇപ്പോൾ നമ്മൾ ഒഡീഷയിലുമൊക്കെ പറയുന്നത് പോലെ ദില്ലി നിവാസികൾ പാർലമെൻറ്റിലേക്ക് മോദിക്കും ഈ അരവിന്ദ് കെജ്രിവാളിന് നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നൊരു പാറ്റേണായിരുന്നു. ഇത്തവണ നിയമസഭയിലേക്ക് എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ കഴിയും. പക്ഷേ സംഭവ ബഹുലമാണ് ദില്ലിയുടെ കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 2019 പൗരത്വ ഭേദഗതിക്കെതിരെ ഷഹീൻ ബാഗിലൊക്കെ നടന്ന വലിയ സമരങ്ങൾ, രക്തരൂഷിതമായ കലാപങ്ങൾ, അത് കണ്ടതാണ് ദില്ലി. 2020-21 കർഷക സമരത്തിൻ്റെ പേക്കുത്തരങ്ങൾ കണ്ടതാണ് ദില്ലി. നൂപുർ ശർമ്മ വിവാദം ഉണ്ടായതും കത്തിജ്വലിച്ചതും ദില്ലിയിലാണ്. രാമനവമി ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറ് നടന്നത് ദില്ലിയിലാണ്. ഹനുമാൻ ജയന്തി ഘോഷയാത്രയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് ദില്ലിയിലാണ്. അങ്ങനെ എല്ലാ തരത്തിലും കലാപകലുഷിതമായ ഒരു ദില്ലിയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നാം കാണാൻ കഴിഞ്ഞത്. ആ 5 വർഷം മനസ്സിലടക്കി പിടിച്ച ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ഒരുപക്ഷെ പല മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ പൗരത്വ ഭേദഗതിക്കെതിരെ നടന്ന സമരവും കാർഷിക സമരവും ഒക്കെ ആയിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി ജനങ്ങളുടെ മനസ്സിന് മുറിവേറ്റ അനവധി കലാപങ്ങൾ ആ നാട്ടിൽ നടന്നിരുന്നു എന്നുകൂടി നാം വിസ്മരിക്കാതെ പോകരുത്. ഏതായാലും ഉത്തർപ്രദേശും രാജസ്ഥാനും ഹരിയാനയും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ദില്ലിയാണ്. അവിടെ 7 ലോക്സഭാ സീറ്റുണ്ട്. ഇവിടെ ഒരു വലിയ പ്രത്യേകത ഇത്തവണ കണ്ടത്, ഇത്തവണയല്ല കഴിഞ്ഞ തവണയും അത് കാണുകയുണ്ട്. മുൻകാലങ്ങളിലൊക്കെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ രീതിയിലുള്ള അടി, തെരുവിൽ വരെ ഇറങ്ങി നിന്ന് BJPക്കാർ പരസ്പരം അടിക്കുന്ന കാഴ്ച കാണാൻ കഴിയും, കോൺഗ്രസ്കാർ പരസ്പരം അടിക്കുന്ന കാഴ്ചയാണ്. പക്ഷേ കഴിഞ്ഞ 2 ടേമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ചെറിയ ഉരുൾപൊട്ടലില്ല എന്നല്ല. കഴിഞ്ഞ തവണ ഗൗതം ഗംഭീറിന് സീറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം ക്രിക്കറ്റ് താരമായിരുന്നു. ക്രിക്കറ്റിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തുന്നത്. ഈസ്റ്റ് ദില്ലിയിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. ഈസ്റ്റ് ദില്ലിയിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമ്പോൾ അവിടുത്തെ കുറേ BJPയുടെ നേതാക്കന്മാർ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തി. പക്ഷേ വളരെ രസകരമായ കാര്യം, ഇത്തവണ ഗൗതം ഗംഭീറിന് സീറ്റില്ല. അദ്ദേഹം ചെറിയ മുറിവുറുപ്പുകളൊക്കെ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു താൻ ഇനി രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്, രാഷ്ട്രീയമില്ല എന്ന് പറയുകയുണ്ടായി. ഏതായാലും അന്ന് ഗൗതം ഗംഭീറിന് സീറ്റ് കൊടുത്തപ്പോൾ കുറേ മുറിവുറുപ്പുകളും കാര്യങ്ങളും ഉണ്ടായെങ്കിൽ ഇന്ന് ഗൗതം ഗംഭീറിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം സീറ്റ് ഇല്ലാതെ വന്നപ്പോഴുണ്ട്. അതായത് അദ്ദേഹം രാഷ്ട്രീയം വിടും. അതുപോലെ തന്നെ മീനാക്ഷി ലേഖി, അവരുടെ ഏറ്റവും തീപ്പൊരി നേതാവും മന്ത്രിയുമൊക്കെ മീനാക്ഷി ലേഖിക്ക് സീറ്റില്ല. പക്ഷേ ഇത്തവണ ദില്ലി ശ്രദ്ധിക്കപ്പെടുന്നത് അവിടെ സുഷമ സ്വരാജിൻ്റെ മകൾ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബാംസുയി സ്വരാജ് മത്സരിക്കുന്നു. ഈ ബാംസുയി പെട്ടെന്ന് BJPയിലേക്ക് വന്ന ഒരു നേതാവല്ല.
അവർ വളരെ കാലമായിട്ട് ബി ജെ പിയുടെ ഈ ലീഗൽ സെല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ കേസുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷക കൂടിയാണ്. അവർ മത്സരിക്കുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് അവർ മത്സരിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ അധികം തലമ്പ് വയ്ക്കേണ്ട കാര്യമില്ല. കോൺഗ്രസും ആം ആദ്മിയും കൂടി ചേർന്ന് നിന്നാൽ പോലും ബി ജെ പി തറപറ്റിക്കാൻ കഴിയില്ല. ബി ജെ പി 7 സീറ്റും നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാലും അത് തന്നെ നമുക്ക് കാണാൻ കഴിയും. 2019 ബി ജെ പി അവിടെ നേടുന്നത് ഏതാണ്ട് 56.86%, ഏതാണ്ട് 57% വോട്ട് നേടുന്നു. കോൺഗ്രസ് 18.11%, ആം ആദ്മി 22% വോട്ടുമാണ് നേടുന്നത്. ഈ ആം ആദ്മിയുടെയും കോൺഗ്രസിൻ്റെ വോട്ടുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ പോലും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്തുന്നില്ല. അതുമാത്രവുമല്ല, കേന്ദ്രഭരണത്തിനോട് അടുത്ത് നിൽക്കുന്ന ഇല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ഒരു മനസ്ഥിതിയുള്ള ഒരു ജനവിഭാഗമാണ് ഈ ദില്ലിയിൽ കിടക്കുന്നത്. ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെയാണ്. ഈ കേന്ദ്ര ഭരണത്തിൽ ആരാണോ അവരെ പിന്തുണച്ച് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. കാരണം കേന്ദ്രത്തിൻ്റെ കൂടെ സഹായത്താൽ ഏതാണ്ട് ഫുൾ പ്രവർത്തിച്ചു പോകുന്ന സർക്കാരുകളാണ് ദില്ലിയിലായാലും ഒപ്പം തന്നെ വടക്കിഴക്കൻ സംസ്ഥാനത്തായാലും. മുൻപ് ഈ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഇപ്പോൾ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഇല്ല എന്നുള്ളത് കാര്യം എടുത്ത് പറയട്ടെ. കാരണം മുമ്പ് ഈ അഴിമതിക്കെതിരെ ഒരു പോരാട്ടം നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആം ആദ്മി ഇന്ന് ഈ മദ്യ കുംഭകോണത്തിൽ പെട്ടുകിടക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ ബ്രെയിൻ സിസോദിയ ജയിലിലാണ്. ഇപ്പോൾ ജാമ്യത്തിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണത്. അതായത് അഴിമതി പതുക്കെ അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഒക്കെ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. EDയുടെ സമൻസ് 8ാമത്തെ സമൻസും അദ്ദേഹം റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ഇതുവരെ അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ല, തങ്ങൾ അഴിമതിക്കെതിരെ പോരാടുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന അരവിന്ദ് കെജ്രിവാൾ സംഘത്തിന് ഇപ്പോൾ അഴിമതിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ തൊട്ടടുത്ത് ഹരിയാനയ്ക്കപ്പുറം കിടക്കുന്ന പഞ്ചാബിൽ അവർ ഭരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസുമായി അലയൻസ് ഇല്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ആകെയുള്ളത് 7 സീറ്റാണ്. ആ 7 സീറ്റ് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ആ 7 സീറ്റിൽ ഒന്നിച്ച് നിന്നാലും ജയിക്കാൻ യാതൊരു സാധ്യത. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ദില്ലി അന്നും ബി ജെ പിയുടെ ഒപ്പമാണ്, ഇന്നും ബി ജെ പിയുടെ ഒപ്പമാണ്, നാളെയും ബി ജെ പിയുടെ ഒപ്പം തന്നെയായിരിക്കും. കാരണം അതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഈ പൗരത്വ ഭേദഗതി സമരം മാത്രമല്ല, കർഷക സമരം മാത്രമല്ല, അതിനു ഉപരി അനവധി പ്രശ്നങ്ങൾ, അതായത് മതപരമായ ഇഷ്യൂസുകളുണ്ട്. ഒപ്പം തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമുണ്ട്. അങ്ങനെ അനവധി പ്രശ്നങ്ങളുണ്ട്. ഇതിന് ഒരു പരിധിവരെ അവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പോര് ഒരു വലിയ പരിധിവരെ ഇതിൻ്റെ ഭരണം സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായിട്ടുണ്ട്. അതായത് ഈ അരവിന്ദ് കെജ്രിവാളും കേന്ദ്രവും തമ്മിൽ മിക്കവാറും ഒക്കെ ഒരു ഏറ്റുമുട്ടൽ ലൈനിലാണ് മുൻപോട്ട് പോകുന്നത്. എങ്കിൽ തന്നെയും നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും മെട്രോ സിറ്റിയും ഒക്കെ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ഫെസിലിറ്റികളും ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഏതായാലും ദില്ലിയിലെ റിസൾട്ട് ഫലം വരുന്നവരെ നാം കാത്തിരിക്കേണ്ടതില്ല. 7 ബി ജെ പിക്ക് തന്നെയാകും, യാതൊരു ഡൗട്ടും അതിനില്ല. ഇത് തന്നെയാണ് ന്യൂസ്. ഞാൻ വളരെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.